നമ്മൾ ഇന്ന് നോക്കുന്നത് SWDTM സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഓട്ടോകാഡിൽ എങ്ങനെ കോണ്ടൂർ ഡ്രോയിങ് തയ്യാറാക്കാം എന്നതാണ്. അതിനായി നമുക്ക് SWDTM, AutoCAD, Excel ഈ 3 സോഫ്റ്റ്വെയർ നമ്മുടെ സിസ്റ്റത്തിൽ ആവശ്യമാണ്. ഇത് നമ്മൾ ടോട്ടൽ സ്റ്റേഷനിൽ നിന്നും DXF ഫയലായി ഡൗൺലോഡ് ചെയ്ത് ബൗണ്ടറിയും റോഡുമെല്ലാം വരച്ചു വച്ചിരിക്കുന്ന ഒരു ഓട്ടോകാഡ് ഡ്രോയിങ് ആണ്. ഇത് ആ സെയിം ജോബ് എക്സലിലേക്ക് വേണ്ടി GSI ഫോർമാറ്റിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വച്ചിരിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഓട്ടോകാഡിലും എക്സലിലും ഓപ്പൺ ചെയ്ത് മിനിമൈസ് ചെയ്ത് വച്ചിട്ടുണ്ട്. ഇനി നമ്മൾ SWDTM സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾക്ക് ഇങ്ങനെ ഒരു വിൻഡോയാണ് കിട്ടുന്നത്. ആദ്യം നമ്മൾ എക്സൽ ഓപ്പൺ ചെയ്ത് പോയിൻ്റ് ID, നോർത്ത്, ഈസ്റ്റ്, ഹൈറ്റ് നമുക്ക് വേണ്ട ഏരിയ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം SWDTMൽ പോയിന്റിൽ ഇമ്പോർട്ട് പോയിന്റ് ഫ്രം എക്സൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇമ്പോർട്ട് പോയിന്റ് കൊടുക്കുക. ഇപ്പോൾ നമ്മളുടെ ഓട്ടോകാഡിൽ ഈ പോയിന്റുകൾ ഇമ്പോർട്ട് ആയിട്ടുണ്ടാവും. ആദ്യം ലൈനുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ പോയിന്റുകളെല്ലാം ഇതിലേക്ക് ഇമ്പോർട്ട് ആയിട്ടുണ്ട്. അതിനുശേഷം SWDTM എടുത്ത് ട്രയാങ്കുലേറ്റ് സെലക്ട് ചെയ്ത് പ്രൊസീഡ് കൊടുക്കുക. ഓക്കെ പ്രസ് ചെയ്യുക. അതിനുശേഷം ഡ്രോയിൽ ആഡ് ബൗണ്ടറി കൊടുത്ത് നമ്മൾക്ക് കോണ്ടൂർ വേണ്ട ഏരിയ ബൗണ്ടറി വരച്ചു കൊടുക്കുക. അതിനുശേഷം SWDTMൽ കോണ്ടൂറിൽ ഡ്രോ ക്വിക്ക് കോണ്ടൂർ സെലക്ട് ചെയ്യുക. കോണ്ടൂർ ഇൻ്റർവൽ 1 മീറ്റർ, മേജർ കോണ്ടൂർ 5 മീറ്റർ ഡ്രോ കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് കോണ്ടൂർ ലൈൻ അതിൽ കാണാം. നമുക്ക് കോണ്ടൂർ ലൈൻ ഇൻ്റർവൽ ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. നമുക്ക് 10 സെൻറ്റിമീറ്റർ ഇൻ്റർവൽ കൊടുക്കാം. 50 സെൻറ്റിമീറ്റർ മേജർ കോണ്ടൂർ ഇൻ്റർവെല്ലും ഡ്രോ പ്രസ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ കോണ്ടൂർ ലൈൻ വ്യക്തമായിട്ട് കാണാം. ഇതിൽ നിന്നും നമുക്ക് ആവശ്യമില്ലാത്ത ലൈനുകളും ഡീറ്റെയിൽസും ഡിലീറ്റ് ചെയ്ത് സേവ് ചെയ്ത് വയ്ക്കാവുന്നതാണ്. ഇതുപോലെ നമുക്ക് ഈസിയായി ഓട്ടോകാഡിൽ കോണ്ടൂർ ഡ്രോയിങ് റെഡിയാക്കി എടുക്കാം.